നമസ്കാരം, കളിക്കളത്തിലേക്ക് സ്വാഗതം. ഖത്തർ AFC ഏഷ്യൻ കപ്പ് ചാമ്പ്യന്മാരായതും പരമ്പരയിലെ 4ാം ഏകദിനത്തിൽ കിവികളോട് ഇന്ത്യക്ക് അടിപതറിയതും ആസ്ട്രേലിയൻ ഓപ്പണിൽ ജോക്കോവിച്ചും ഒസാക്കയും കിരീടം നേടിയതുമൊക്കെയാണ് ഈ ആഴ്ചത്തെ കളിവിശേഷങ്ങൾ. ഏഷ്യൻ കപ്പിൽ ഇങ്ങനെ ഒരു കുതിപ്പ് ഒരു ടീമും നടത്തിയിട്ടില്ല. ആരും പ്രതീക്ഷിക്കാത്ത ആ കുതിപ്പിനൊടുവിൽ ഖത്തർ ഏഷ്യൻ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ കപ്പ് ഉയർത്തിയ ജപ്പാനെ തകർത്താണ് ഉപരോധങ്ങൾക്കിടയിലും ഖത്തറിന്റെ കിരീടധാരണം. ലോകോത്തരം എന്ന് ആരും പറഞ്ഞു പോകുന്ന 2 ഗോളുകളുടെ ബലത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ജപ്പാനെ തോൽപ്പിച്ച് ഏഷ്യൻ കിരീടം ഖത്തർ ഉയർത്തിയത്. ഇതോടെ വരുന്ന ഫിഫ റാങ്കിങ്ങിൽ 93ാം സ്ഥാനത്തുള്ള ഖത്തർ 55-ലെത്തും. എന്നാൽ ഏഷ്യൻ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യ 100-ൽ നിന്ന് ഇന്ത്യ വീണ്ടും പുറത്താകും. എടുത്തു പറയേണ്ടത് സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം സാവിയുടെ പ്രവചനം കൂടിയാണ്. ജപ്പാനെ തോൽപ്പിച്ച് ഖത്തർ ഇത്തവണ കപ്പുയർത്തുമെന്നായിരുന്നു മുൻ ബാഴ്സലോണ താരം കൂടിയായ സാവി പ്രവചിച്ചത്. UAE അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ഉപരോധം നിലനിൽക്കെയാണ് ഖത്തർ കിരീടം നേടിയതെന്നത് ശ്രദ്ധേയമാണ്. UAE ഖത്തർ മത്സരത്തിൽ സ്വദേശികളെ കൊണ്ട് ഗാലറി നിറച്ച UAEക്ക് ഗോളുകൾ കൊണ്ട് വല നിറച്ചായിരുന്നു ഖത്തർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. 2022-ലെ ഫിഫ ലോകകപ്പിൽ ഏഷ്യൻ ചാമ്പ്യന്മാരെന്ന ഖ്യാതിയോടെയാകും ആതിഥേയരായ ഖത്തർ ബൂട്ടണിയുക. നെലെ വിൻഗാദ ബ്ലാസ്റ്റേഴ്സിനായി വിജയഗാഥ ഒരുക്കുമെന്ന ആരാധക പ്രതീക്ഷ തെറ്റിച്ചാണ് ഈ ആഴ്ച പോയത്. ഇടക്കാല കോച്ചായ വിൻഗാദയ്ക്ക് കീഴിലിറങ്ങിയ കൊമ്പന്മാർ ഡൽഹി ഡൈനാമോസിനോട് മുട്ടുമടക്കി. എതിരില്ലാത്ത 2 ഗോളുകളുടെ നാണം കെട്ട തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കണക്കിന് വിമർശിച്ചിട്ടുണ്ട് പരിശീലകൻ നെലോ വിൻഗാദ. താരങ്ങൾക്ക് താളം വന്നില്ലെന്നും ആത്മാർത്ഥതയില്ലെന്നുമാണ് വിൻഗാദ പറഞ്ഞത്. മനോഹരമാക്കേണ്ടിയിരുന്ന 200ാം ഏകദിനം കളഞ്ഞു കുളിച്ചു. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലെ 4ാം ഏകദിനത്തിൽ ഇന്ത്യക്കേറ്റ നാണം കെട്ട തോൽവിയാണ് വിഷയം. പിച്ച് തിരിച്ചറിഞ്ഞുള്ള വിവേകമല്ല, വിജയങ്ങൾ നൽകിയ വികാരമായിരുന്നു കിവികളോട് ഇന്ത്യക്ക് അടിതെറ്റിയതിന് കാരണമായത്. പന്ത് സ്വിംഗ് ചെയ്യുന്ന പിച്ചിൽ പിടിച്ചു നിൽക്കുന്നതിന് പകരം മുൻ മത്സരങ്ങളിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് താരങ്ങൾ. സമീപകാലത്ത് രാജ്യാന്തര ക്രിക്കറ്റിൽ പുലർത്തിയ ആധിപത്യം മുഴുവൻ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഇന്ത്യ. പൊരുതി തോറ്റു എന്ന് പറയാൻ സാധിക്കുന്നതല്ലായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് ടീമിന്റെ പ്രകടനം. തുടർച്ചയായ 3 മത്സരങ്ങൾ ജയിച്ച് പരമ്പര നേരത്തെ സ്വന്തമാക്കിയ ഇന്ത്യയെ 8 വിക്കറ്റിനാണ് കിവീസ് തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വെറും 92 റൺസിന് ഓൾ ഔട്ടായി. 21 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടാണ് കിവീസിന്റെ വിജയശില്പി. 200ാം ഏകദിനത്തിൽ വൻ വിജയം കണ്ടിറങ്ങിയ താൽക്കാലിക നായകൻ രോഹിത് ശർമ്മയും ഇന്ത്യൻ താരങ്ങളും മത്സരത്തിൽ തോൽവിക്ക് ന്യായം കണ്ടെത്താനാവാതെ വിഷമിച്ചതും കഴിഞ്ഞ വാരത്തിൽ ചർച്ചയായി. പോരാട്ടമില്ലാതെ ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം ഇന്ത്യൻ താരം സൈന നെഹ്വാളിന് ലഭിച്ചത് ഈ വാരമാണ്. ആദ്യ ഗെയിമിൽ 10-4 മുന്നിൽ നിൽക്കെ സ്പെയിൻ താരം കാരോലിന മാരിന് പരിക്കേറ്റതാണ് സൈനയെ കിരീടത്തിനർഹയാക്കിയത്. വനിതാ ബാഡ്മിന്റൺ ഫെഡറേഷൻ ടൂർണമെന്റുകളിൽ 2 വർഷത്തിനിടെ സൈനയുടെ ആദ്യ കിരീടമാണിത്. ആസ്ട്രേലിയൻ ഓപ്പണിൽ നൊവാക് ജോക്കോവിച്ചും നവോമി ഒസാക്കയും കിരീടം നേടിയതും ഈ വാരത്തിലെ പ്രധാന സംഭവങ്ങളായിരുന്നു. പുരുഷ ടെന്നീസിൽ പുതുതലമുറ കിരീടധാരണത്തിന് സമയമായിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ആസ്ട്രേലിയൻ ഓപ്പണിൽ നൊവാക്കിന്റെ കിരീടധാരണം. ഫൈനലിൽ ജോക്കോയുമായി മത്സരിച്ചതാവട്ടെ മറ്റൊരു സീനിയർ താരമായ റഫേൽ നദാൽ. കഴിഞ്ഞ ലോക ടൂർ ഫൈനൽസിൽ ജർമ്മനിയുടെ പുതുതലമുറ താരം അലക്സാണ്ടർ സെരോവിനോട് തോറ്റത് താൽക്കാലിക തിരിച്ചടി മാത്രമാണെന്ന് കിരീട നേട്ടത്തിലൂടെ ജോക്കോവിച്ചിന് തെളിയിക്കാനായി. ജോക്കോവിച്ചിന്റെ റെക്കോർഡ് 7ാം കിരീടമാണിത്. വനിതാ ടെന്നീസിൽ നേരെ മറിച്ചായിരുന്നു കാര്യങ്ങൾ. സെറീന ഷറപ്പോവ, സിമോണ ഹാലപ്പ് തുടങ്ങിയ സീനിയർ താരങ്ങൾക്ക് മെൽബണിൽ കാലിടറിയപ്പോൾ ഇളമുറക്കാരിയായി കപ്പടിച്ചത് നവോമി ഒസാക്കയാണ്. കഴിഞ്ഞ US ഓപ്പണിൽ സെറീനയെ തോൽപ്പിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമല്ലെന്ന് തെളിയിക്കുകയായിരുന്നു നവോമി. ഒസാക്കയോട് തോറ്റ് പെട്ര കിറ്റോവയുടേതും വിരോചിത ചരിത്രമായിരുന്നു. 2 വർഷം മുമ്പ് മോസ്റ്റാവിന്റെ ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ കിറ്റോവ കോർട്ടിലേക്ക് തിരിച്ചു വന്നത് ഏറെക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷമായിരുന്നു. 1ാം റാങ്കിലെത്തുന്ന ആദ്യ ഏഷ്യൻ താരവും കരോലിൻ വോസ്നിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ 1ാം നമ്പർ താരവുമായി ഒസാക്ക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരിനുള്ള ക്ലബ്ബുകളുടെ കിതപ്പും കുതിപ്പുമായിരുന്നു കഴിഞ്ഞ വാര വിശേഷങ്ങൾ. ന്യൂ കാസിലിനോട് തോറ്റ് കിരീടപ്പോരിൽ പിന്നിലായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആശ്വാസമായിരുന്നു ലിവർപൂളിന്റെ സമനില. ലെസ്റ്റർ സിറ്റിയോടാണ് ലിവർപൂൾ 1-1 സമനിലക്കുരുക്കിലായത്. 1ാം സ്ഥാനത്ത് ലീഡ് 7 പോയിന്റാക്കി ഉയർത്താനുള്ള സുവർണാവസരമാണ് ലിവർപൂൾ നഷ്ടപ്പെടുത്തിയത്. ബോൺമത്തിനോട് 0-4 തകർന്നടിഞ്ഞ ചെൽസി 5ാം സ്ഥാനത്തേക്ക് വീണു. വാറ്റ്ഫോർഡിനെ 2-1 തകർത്ത് ടോട്ടനം 3ാം സ്ഥാനം ഭദ്രമാക്കി. 4ാം സ്ഥാനത്ത് ആഴ്സണലുണ്ട്. ഇറ്റാലിയൻ കപ്പിൽ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി കളം വിട്ടവരാണ് യുവന്റസ്.
അറ്റ്ലാന്റയോട് 0-3 നിലവിലെ ചാമ്പ്യന്മാർ സെമിയിലെത്താതെ പുറത്തായത്. 4 വർഷം തുടർച്ചയായി നേടിയ ഇറ്റാലിയൻ കപ്പ് പക്ഷേ റോണോയ്ക്കും കൂട്ടർക്കും ഇത്തവണ യുവന്റസിൽ എത്തിക്കാൻ പറ്റിയില്ല. ഈ സീസണിൽ ആദ്യമായാണ് ഇറ്റലിയിൽ യുവന്റസ് ഒരു മത്സരം തോൽക്കുന്നത്. ബാഴ്സലോണ താളത്തിലായാൽ എതിർ ടീമിന്റെ കാര്യം കഷ്ടമാണ്. കോപ്പ ഡെൽറേയിൽ ക്വാർട്ടറിലെ ആദ്യ പാദത്തിൽ തങ്ങളെ 2-0 തോൽപ്പിച്ച സെവിയ കൂടിയായപ്പോൾ ബാഴ്സയ്ക്ക് ശൗര്യം കൂടും. 6-1 തോൽപ്പിച്ചാണ് ബാഴ്സ തങ്ങളുടെ പക വീട്ടിയത്. ഇരു പാദങ്ങളിലുമായി 6-3 ജയത്തോടെ സെമി ഫൈനലിൽ എത്തുകയും ചെയ്തു അവർ. അതേസമയം സെമി ഫൈനലിൽ ചിരവൈരികളായ റയലും ബാഴ്സയും നേർക്ക് നേരെത്തും. കഴിഞ്ഞ ദിവസം 2ാം പാദത്തിൽ റയൽ ജിറോണയെ 3-1 തകർത്തതോടെയാണ് നറുക്കെടുപ്പിലൂടെ ബാഴ്സ സെമിയിൽ എതിരാളികളായത്. 2 പാദങ്ങളിലായി ഈ മാസം 6-നും 27-നുമാണ് എൽ ക്ലാസിക്കോ പോരാട്ടങ്ങൾ. കൂടുതൽ കളിവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം.